കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കലാവതി മുത്തശ്ശി അങ്ങനെ സത്യങ്ങളൊക്കെ അറിയുവാണ്. രേവതിയും സച്ചിയും ഇപ്പോഴും ഒരുമിച്ചല്ല കിടക്കുന്നത്. അവർ രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ടാണ് കിടക്കണേ. അപ്പൊ അതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പൊ അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാനായിട്ട് കലാവതി മുത്തശ്ശി തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും സ്തുതിക്ക് ആറ്റുനോറ്റിരുന്നൊരു ജോലി കിട്ടുവാണ്. അപ്പൊ ആ ജോലി സുധിയുടെ നഷ്ടപ്പെടുവാണ്. സുധിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ ജോലി നഷ്ടപ്പെടുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. നാളത്തെ വിശേഷത്തിലാണെങ്കിൽ രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് കോലമൊക്കെ വരയ്ക്കുവാണ്. അതിന് കോലമൊക്കെ വരച്ച് വീട്ടിലാണെങ്കിലും രേവതി ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരയ്ക്കും. അപ്പൊ പാറുമ്മ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ആ കാഴ്ച കാണുവാണ്. പാറുമ്മ പോയി കലാവതി മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. കലാവതി മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കുക. ഇത് നോക്കിയേ, നല്ല ഭംഗിയായിട്ടാ മോള് ചെയ്തിരിക്കുന്നത് പറയണ. മുത്തശ്ശി പറഞ്ഞു, ഇപ്പോഴാണ് വീടിന്റെ ഐശ്വര്യം വന്നേക്കുന്നത്. മോള് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ത് ഭംഗിയാന്ന് അറിയാവോ. പിന്നീട് രേവതി എന്ത് ചെയ്യണം, അകത്തേക്ക് കയറിപ്പോവാണ്. അകത്തേക്ക് പോയി സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. അതേ, നിങ്ങൾ രണ്ടുപേരും റെസ്റ്റ് എടുത്തോട്ടോ, ഇവിടുത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അവരെഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികളും രേവതി ചെയ്തിട്ടുണ്ടായിരുന്നു. രേവതി വീട്ടിലും അങ്ങനെ തന്നെയാ. വെളുപ്പിന് 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കോലമൊക്കെ വരച്ച് എല്ലാ ഫുഡെല്ലാം ഉണ്ടാക്കും, എല്ലാം ചെയ്യുന്ന രേവതി തന്നെയാണ്. അപ്പൊ അതേ രീതി തന്നെയാണ് ഇവിടെ നിന്ന് തുടർന്നു പോകുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് കലാവതി മുത്തശ്ശിക്ക് അത്ഭുതമായിരുന്നു രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം. മുത്തശ്ശിയോട് വന്നിട്ട് പറഞ്ഞു, അതെ, രണ്ടുപേർക്കും നല്ല പ്രായമൊക്കെ ആയിട്ടില്ലേ, ഇനിയിപ്പോൾ വിശ്രമിക്കാനുള്ള സമയമായി. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെറിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക, ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് രേവതി എന്ത് ചെയ്യുകയാണ്, പോയി തിരിയും കൂടെ വെക്കുന്നുണ്ട്. തിരി വെച്ച് അതിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. തിരി വെച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുമ്പോഴത്തേനും പാർവോമിക്കൊരു സംശയം, ഇതെന്താ ഈ കൊച്ചു ഇങ്ങനെ കാണിച്ചേ. പാറുമ്മ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കും. കഴിയുമ്പോഴത്തേനും കലാവതി മുത്തശ്ശി ഒന്നിരിച്ച്, എന്താ പാറു, നീ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്. അതല്ല, എനിക്കിപ്പോൾ നല്ലൊരു സംശയമുണ്ട്, സച്ചിമോനും രേവതി മോളും കൂടെ ഇപ്പോഴും ഒന്നായിട്ടാണോ കഴിയണേന്ന്. അതെന്താ പാറു നിനക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? എനിക്കങ്ങനെ തോന്നി. വെറുതെ നീ പറയില്ല, അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, എന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കുകയാണ്. അല്ല, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ രാവിലെ കുളിയെ കഴിഞ്ഞതിന് ശേഷമല്ലേ വിളക്ക് വെക്കുള്ളൂ. ഇതിപ്പോ കണ്ടില്ലേ, ആ കൊച്ചു വന്ന് വിളക്ക് വെച്ചിട്ട് കുളിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണേ. അങ്ങനെ രേവതി ചെയ്യത്തില്ലോ എന്ന് പറയണം. പറയാൻ പറ്റില്ല, എനിക്ക് എന്തോ ഒരു സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് കലാവതി മുത്തശ്ശി എന്ത് ചെയ്യുക, നേരെ മുറിയിലേക്ക് പോവാണ്. രേവതിയുടെ സച്ചിയുടെ മുറിയിലേക്ക് പോയി പതുക്കെ കഥ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, സച്ചി താഴെ നിലത്ത് കിടക്കുക പായല്. അപ്പൊ ഒരു കാര്യം കലാവതി മുത്തശ്ശിക്ക് മനസ്സിലായി, രണ്ടുപേരും രണ്ടിടത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇത്രയും സമയം തങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒന്നായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വെറുതെ അല്ല, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, രണ്ടുപേരെ ഒന്നാക്കണം. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ രണ്ടുപേരും ഒന്നായിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ പിന്നെയും കലാവതി മുത്തശ്ശിക്ക് സംശയം, ഇവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതല്ലേ പറഞ്ഞേ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ തങ്ങളെ പറ്റിക്കുവാണോ? ഇനിയിപ്പോ രവീന്ദ്രൻ തന്നോട് കള്ളം പറഞ്ഞാണോ? ആ ഒരു ചിന്തയൊക്കെ കലാവതി മുത്തശ്ശിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് പാറുവമ്മ പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവരുടെ കാര്യമായതാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കലാവതി മുത്തശ്ശി പറഞ്ഞു, ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇനി ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ മുത്തശ്ശി എന്നെ വിചാരിക്കുകയാണ്. ഈ സമയത്ത് സുധി എന്ത് ചെയ്യും, രാവിലെ ഓഫീസിലേക്ക് ജോലിക്ക് ചെല്ലുവാണ്. ജോലിക്ക് ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മീറ്റിങ്ങിലാണെങ്കിൽ അവരുടെ MD മാട വരുന്ന ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കമ്പനിക്ക് പഴയ പോലെ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല, ഭയങ്കര നഷ്ടത്തിലേക്ക് കമ്പനി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനൊരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പോംവഴി നിർദ്ദേശിക്കാൻ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആർക്കും പെട്ടെന്നൊരു സജഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സുധി എഴുന്നേറ്റ് പറയുക, അതെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ സിസ്റ്റമാണ് മാറ്റേണ്ടത്. ഈ സിസ്റ്റത്തിനൊന്ന് മാറ്റുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാം, നമുക്ക് കൂടുതലും മെച്ചപ്പെടുത്താൻ കമ്പനി എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അവിടെ ഇരുന്നൊരു സ്റ്റാഫ് പറയുന്നുണ്ട്, സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. അയാൾ ഉദ്ദേശിച്ച കമ്പ്യൂട്ടറാ, പക്ഷെ സുധി ഉദ്ദേശിച്ച ഇപ്പോഴത്തെ ഈ രീതികളൊക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ട്രെയിനിങ് ഒക്കെ കൊടുത്ത ആൾക്കാർക്ക്, ഇവിടുത്തെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണ കമ്പനി ഒന്നുകൂടെ മെച്ചപ്പെടുത്താം, അങ്ങനെയൊക്കെ പറയണു. പക്ഷെ അപ്പുറത്തിരുന്ന സ്റ്റാഫ് അയാൾ വിട്ടുകൊടുക്കാൻ പാവില്ലായിരുന്നു. സുധിയായിട്ട് അയാൾ ഉങ്കം വഴക്കൊണ്ടാണ് അവിടെ ഇരുന്നിട്ട്. അവസാനം സുധി മാഡത്തിനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുധിയുടെ കയ്യിലേക്ക് ഒരു കത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. ഒരു കവറിനകത്തൊരു കത്ത് കിട്ടുമ്പോൾ സുധി ഓർത്തോ, തനിക്ക് വന്ന ദിവസം തന്നെ തനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്നാ തോന്നുന്നേ.
അപ്പൊ താൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തല്ലേ MD-നെ. പ്രമോഷൻ കത്തായിരിക്കും. തുറന്നു നോക്കിയപ്പോഴത്തേനും സുധിയുടെ ജോലി പോയെന്നുള്ള ലെറ്റർ ആയിരുന്നു കിട്ടിയത്. ഇത് കണ്ട് സുധിയിലൊരു ഞെട്ടലുണ്ടായി. അപ്പൊ സുധിക്ക് ഒന്ന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. സുധീനെ അവിടുത്തെ MD ഗെറ്റൗട്ട് അടിക്കുകയാണ്. അങ്ങനെ സുധി പുറത്തു നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ വേറെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സുധിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് അറിഞ്ഞ് സുധി അവിടെ കിടന്ന് ആ കസർത്ത് നടത്തിക്കൊണ്ടിരുന്ന MD-യുടെ ഭർത്താവായിരുന്നു. അവരോടാ. അപ്പൊ MD-യുടെ ഭർത്താവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത്ര ദേഷ്യപ്പെട്ട് സുധിയെ എവിടെ ചെന്നാലും വലിയ ആളാവാൻ ശ്രമിക്കുന്ന ഒരു തരമുണ്ട്. അതുകൊണ്ട് ഒരിടത്ത് ചെന്നാലും അവന് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു ജോലി അവന് തരപ്പെടുകയും ചെയ്യത്തില്ല. അങ്ങനെ സുധി നാണം കെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. ആശിച്ചു മോഹിച്ച് കിട്ടിയ ജോലിയാ. ആ ജോലിയും പോയി. കല്യാണം ഇങ്ങ് അടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നൊക്കെ ഓർത്ത് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രുതിക്കൊന്നും ഇപ്പൊ വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല. വല്ലാത്ത ടെൻഷനായിരിക്കും. ഒരു കാര്യം ശ്രുതിയുടെ അടുത്തേക്ക് പോകാന്നോർത്ത് ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. പിന്നീട് രവീന്ദ്രനാണെങ്കിലോ, രവീന്ദ്രൻ ഫോൺ വിളിക്കുന്നുണ്ട് സച്ചിനെ. സച്ചിനെ ഫോൺ വിളിച്ചിട്ട് എങ്ങനെയുണ്ടോ മോനെ, സുഖമാണെന്നൊക്കെ ചോദിക്കണം. അപ്പൊ അച്ഛാ ഇങ്ങോട്ട് വാ അച്ഛാ, അച്ഛനും കൂടെ വരുവാണെങ്കിൽ നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. അച്ഛൻ അവിടെ ആയതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്ന് പറയണം. പിന്നീട് ചന്ദ്രമതിയോട് ഇന്ന് പറയുന്നുണ്ട്, ചന്ദ്രൻ ഒരു കാര്യം ചെയ്താലോ, കല്യാണമൊക്കെ അല്ലേ വരുന്നേ, നമുക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയാലോ, അല്ല അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയാലോ, പിള്ളേരും അവിടെ ഉണ്ടല്ലോ, കല്യാണം പോയി വിളിക്കുകയും ചെയ്യാം, നിനക്ക് അവിടെ വരെ ഒന്ന് പോകുകയും ചെയ്യലെന്ന് ചോദിക്കണം. അമ്മേനെ ഒന്ന് കാണുകയും ചെയ്യല്ലോ എന്ന് പറയണം. ഇത് കേട്ടോ ചന്ദ്രമതിക്ക് അവിടെ ദേഷ്യം വന്നു. അതെ ഞാൻ അങ്ങോട്ട് വരുന്നൊന്നുമില്ല, നിങ്ങൾ വേണേ പൊക്കോ, എന്നെ അതിനൊന്നും കിട്ടുകയില്ല. പിന്നെ കല്യാണം നിങ്ങൾ തന്നെ പോയി വിളിച്ചാൽ മതി, നിങ്ങളുടെ അമ്മേനെയല്ലേ, നിങ്ങൾ വിളിച്ചാലും വരൂന്ന് പറയണം. ഇത് കേട്ട് ഇനിയിപ്പോൾ രവീന്ദ്രൻ വല്ലാത്ത ദേഷ്യം വന്നു. രവീന്ദ്രൻ പറഞ്ഞു, അതെ നീ കുറച്ചുകൂടി ഇത് മര്യാദയോടെ പെരുമാറണം. ഇപ്പം തന്നെയാണെങ്കിൽ നീ ഓർത്ത് വയ്ക്കേ, നീ സുധിയുടെ കല്യാണം പോയി പറഞ്ഞല്ലോ, പിന്നെ നിനക്ക് എന്താ, അല്ല സുധിയുടെ ആദ്യത്തെ കല്യാണം പോയി പറഞ്ഞല്ലോ, പിന്നെ ഇപ്പം നിനക്ക് എന്താ പോയി പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ കല്യാണം ഉറപ്പായിട്ടും നടക്കും. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പോയി വിളിക്കത്തൊന്നുമില്ല, വേണമെങ്കിൽ രവിയേട്ടൻ അങ്ങോട്ട് പോയി വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. രവീന്ദ്രൻ മനസ്സിലായി ഒരു കാരണവശാലും വരാൻ പോകുന്നില്ല. കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതയുടെ ഊടായ്പ പരിപാടികളൊക്കെ നടക്കില്ല. എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കും. അതുമാത്രമല്ല എല്ലാ പണികളും ചെയ്യിക്കുകയും ചെയ്യും. ഇവിടെയാണെങ്കിൽ ചന്ദ്രമതിക്ക് ഇഷ്ടം പോലെ കയറി കിടക്കാം, സൂചിച്ച് നടക്കാം, എന്ത് വേണം ചെയ്യാം, ആരും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ചെന്നാൽ അങ്ങനെയല്ല. അത് രവീന്ദ്രനും നന്നായിട്ട് അറിയാം. പിന്നെ അമ്മയുമായിട്ട് ഒരിക്കലും ചേർത്തില്ല എന്ന് പറയാം. ചന്ദ്രമതി സ്വഭാവം കാരണം മുത്തശ്ശിക്കാണ് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ ചന്ദ്രമതി അല്ല, കുശുമ്പും കുന്നായ്മയും വെച്ചാൽ പെരുമാറുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ചന്ദ്രമതിന് ഇഷ്ടമില്ലാത്തത്. രവീന്ദ്രൻ പറഞ്ഞു, നീ വരുന്നില്ല, വരണ്ട, ഞാൻ പൊക്കോളാന്നൊക്കെ പറയാണ്. പിന്നെ സച്ചിനെ വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടാ മോനെ, അച്ഛൻ കല്യാണക്കാര്യത്തെക്കൊക്കെ പറയണ്ടേ, ശ്രുതിയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുമല്ലോ എന്നൊക്കെ പറയണം. സച്ചിയുടെ അച്ഛനും കൂടെ വാ, നമുക്കിവിടെ പൊളിക്കാം, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സച്ചി അച്ഛനെ വിളിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന മീരയും ശ്രുതിയും കൂടെ അടുക്കള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മീര പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണേ. എന്താടി? അല്ല നീ അവരെ മയക്കെടുത്തല്ലോ, മയക്കെടുക്കുക മാത്രമല്ല ഒരു ബ്യൂട്ടി പാർലർ അങ്ങ് തുടങ്ങുകയും ചെയ്യുന്നു, ഭാവി അമ്മായിമ്മനെ മയക്കെടുത്ത് നിന്റെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയണേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത്. ശ്രുതിനെ കണ്ടിച്ച് ശ്രുതി പെട്ടെന്ന് എന്ത് പറ്റി ശ്രുതി, മുഖം വല്ലാതിരിക്കണമെന്ന് ഇരിക്കുകയാണ്. ശ്രുതി പറഞ്ഞ് എനിക്കൊരു തലവേദന എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. അപ്പൊ തലവേദന എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്കും മീരയ്ക്കും പറഞ്ഞ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശ്രുതി ഒട്ട് പറഞ്ഞില്ല. അവസാനം ഉള്ള സത്യങ്ങളൊക്കെ ശ്രുതി തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അത് ശ്രുതിയും മീരയും കൂടെ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.